നമസ്കാരം. വാർത്തകളിലേക്ക് വിശദമായി. മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടമുണ്ടായി. ഒരാളെ കാണാതായി. പുലർച്ചെ 3:30യോടെയായിരുന്നു അപകടം. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അജീഷ്, വീണ്ടും മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുള്ള അപകടമുണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ കാണാതായ ആൾക്കായുള്ള തെരച്ചിൽ എങ്ങനെ തുടരുന്നു അജീഷ്? ശ്രീലക്ഷ്മി, പുലർച്ചെ 3:30യോടെയാണ് ഈ അപകടം. മീൻ പിടിക്കാൻ പോകവെ അഴിമത്തുണ്ടായ ശക്തമായ തിരച്ചിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. പുതുക്കുറിച്ചി സ്വദേശി നജീബിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് മറിഞ്ഞത്. വള്ളത്തിൽ 6 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 5 തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. മുതലപ്പുഴ അഴിമുഖത്ത് മണലടിഞ്ഞുകൂടി ചുഴി രൂപപ്പെടുന്നതാണ് ഈ സ്ഥിരമായി ഈ വള്ളങ്ങൾ അപകടത്തിന് കാരണമായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഈ കാണാതായ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ തെരച്ചിൽ നടന്നുണ്ട്. ഒപ്പം തീരദേശ പോലീസും ഇവർക്കൊപ്പം തെരച്ചിൽ തുടരുന്നുണ്ട്. ശ്രീലക്ഷ്മി, അജീഷ്, എത്ര പേരുണ്ടായിരുന്നു ഈ വള്ളത്തിലെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ശ്രീലക്ഷ്മി, 6 പേരായിരുന്നു ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നത്. സിദ്ദിഖ്, നജീബ്, അൻസിൽ, അൻസാരി, സജീബ്, ഇവർ 5 പേരും നീന്തി രക്ഷപ്പെട്ടു. ജോണി മാത്രമാണ് ഈ തിരയിൽ അകപ്പെട്ടത്. 50 വയസ്സായിരുന്നു ജോണിക്ക്. ഇയാൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഈ പുലർച്ചെ ഉണ്ടായ ഈ സമയത്ത് വെളിച്ചക്കുറവ് പ്രശ്നമായിരുന്നു. ഇപ്പോൾ ഈ തെരച്ചിൽ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. തീരദേശ പോലീസ് അടക്കമുള്ള ബോട്ടുകളിലടക്കമാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ശരി, മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞൊരു അപകടമുണ്ടായിരിക്കുന്നു. 6 പേരുണ്ടായിരുന്ന വള്ളത്തിൽ ഒരാളെയാണ് ഇപ്പോൾ കാണാതായത്. കാണാതായ ആൾക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര ചൂട് തുടരും. പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയാണ്. പാലക്കാട്ട് തുടർച്ചയായ 3-ാം ദിവസവും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു. 41.6 ഡിഗ്രി സെൽഷ്യസാണ് പാലക്കാട് ഇന്നലെ രേഖപ്പെടുത്തിയത്. ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ചൂടാണിത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകും. നിഖിൽ, ഇന്നലെ രേഖപ്പെടുത്തിയ ചൂട് 41 അതോടൊപ്പം ഇന്നലെ ചൂടിനെ തുടർന്ന്, സൂര്യാഘാതത്തെ തുടർന്ന് ഒരു വയോധിക മരിച്ചത് നമ്മൾ കണ്ടു പാലക്കാട്ടെ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെയാണ് ജില്ലാ ഭരണകൂടം അടക്കം നൽകിയിരിക്കുന്നത്? ശ്രീലക്ഷ്മി, പാലക്കാട് മാത്രം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3 പേരുടെ മരണമാണ് ഈ കൊടും ചൂടിനെ തുടർന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ 90-കാരി ലക്ഷ്മിയാണ് മരിച്ചത്. അങ്ങനെ 3 പേരുടെ മരണം നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പാലക്കാട് എല്ലാ വെതർ സ്റ്റേഷനുകളിലും നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം 41 ഡിഗ്രിക്ക് മുകളിലാണ് ഇവിടങ്ങളിലെയൊക്കെ താപനില. 41 ഡിഗ്രിക്ക് മുകളിൽ പല ഇടങ്ങളിലും ഈ റീഡിംഗ് രേഖപ്പെടുത്തുന്നുമുണ്ട്. ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സാധ്യതയായാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രങ്ങളടക്കം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതായത് പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കടക്കം ഈ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് പുറത്തിറങ്ങരുത് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ജില്ലയിലെ സാഹചര്യങ്ങൾ വളരെ രൂക്ഷമായി മാറുകയാണ്. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചൊരു ജില്ല കൂടിയാണ് പാലക്കാട്. നേരത്തെ 2016-ലും 2019-ലും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അന്ന് ഇത് സ്ഥിരീകരിച്ചിരുന്നില്ല, ഈ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരുന്നില്ല. എന്നാൽ നിലവിൽ ജില്ലയിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുന്ന ആളുകളോട് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്, കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും ഒക്കെ. ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ, മന്ത്രി വീണ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. പരമാവധി ആളുകൾ ജാഗ്രത പാലിക്കുക, വെള്ളം കുടിക്കുക, ഈ വെയിൽ സമയത്തുള്ള ജോലി ഒഴിവാക്കുക. സംസ്ഥാനത്തെ കൊടും ചൂടിന് ശമനമില്ല. പാലക്കാട്ട് 41 ഡിഗ്രിയാണ് ഇന്നലെ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ ചൂട്. പ്രകാശ് ജാവ്ദേക്കർ, ഇ പി ജയരാജൻ കൂടിക്കാഴ്ച വിവാദത്തിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നടക്കും. തെരഞ്ഞെടുപ്പ് അവലോകനമാണ് മുഖ്യ അജണ്ടയെങ്കിലും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദവും ചർച്ചയാകും. ഇ പി ജയരാജനെതിരെ നടപടി വേണമെന്ന അഭിപ്രായമാണ് ഒരു വിഭാഗത്തിന്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുക്കുന്ന നിലപാട് നിർണായകമാകും. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അജീഷ്, ഈ കൂടിക്കാഴ്ച കുരുക്കാകുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അത് എത്രത്തോളം നിർണായകമാണ്? പ്രത്യേകിച്ച് ഈ ഇപ്പോഴത്തെ വിവാദങ്ങളിൽ CPIക്ക് കടുത്ത അതൃപ്തി കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇ പി എ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ഒരു ആവശ്യമടക്കം പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്കൊക്കെ ഒരു തീരുമാനമൊക്കെ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമോ അജീഷ്? ശ്രീലക്ഷ്മി, എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ദിവസം CPMനെ വെട്ടിലാക്കിയ ഏറ്റവും വലിയ വിവാദമായിരുന്നു ഇ പി ജയരാജന്റെ ഈ വെളിപ്പെടുത്തൽ. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച സമ്മതിച്ച ഇ പിയുടെ നടപടി വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാകാമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് CPM നേതൃത്വത്തിനുള്ളത്. എന്തായാലും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ഈ വിവാദ യോഗത്തിൽ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ചർച്ച ചെയ്യും. ഇ പി ജയരാജനെതിരെ നടപടി വേണമെന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം നേതാക്കൾക്കും ഉള്ളത്. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിലും ഈ തെരഞ്ഞെടുപ്പ് ദിവസം അത് തുറന്ന് സമ്മതിച്ചാലും CPIക്കും കടുത്ത അമർഷമുണ്ട്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം തന്നെ നേരത്തെ അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. മുന്നണിയെ ആകെ പ്രതിസന്ധിയിലാക്കിയ ഇ പി ജയരാജൻ
ഈ കൺവീനർ സ്ഥാനത്ത് തുടരുന്നതിലും CPIക്ക് വിയോജിപ്പുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുക്കുന്ന നിലപാട് നിർണായകമാകും. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാകും എന്തായാലും ഇന്ന് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷമാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുക. ശരി, അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവത്തെ തുടർന്ന് മരിച്ച ഷിബിനയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടം പൂർത്തിയാകുന്നതോടെ മരണകാരണം വ്യക്തമാക്കും. ചികിത്സാ പിഴവ് മൂലമാണ് മരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. പരാതിയിൽ മെഡിക്കൽ കോളേജ് ആഭ്യന്തര അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. ഹരികൃഷ്ണൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഈ ഷിബിനയുടെ മരണം അത് ചികിത്സാ പിഴവ് മൂലമെന്ന് ബന്ധുക്കൾ ആവർത്തിക്കുമ്പോൾ ഇത് തള്ളുകയാണ് ആശുപത്രിയും അധികൃതരും. ഒപ്പം മെഡിക്കൽ കോളേജ് ഈ വിഷയത്തിൽ ആഭ്യന്തര അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണം ഏത് ഘട്ടത്തിലെത്തിയിട്ടുണ്ട്? ബന്ധുക്കളുടെ ഇപ്പോഴത്തെ നിലപാട് എങ്ങനെയാണ്? ശ്രീലക്ഷ്മി, ഇന്ന് ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവത്തെ തുടർന്ന് മരിച്ച ഈ ഷിബിനിയുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ് നടക്കുക. അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമായിരിക്കും അതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ബന്ധുക്കൾ ഈ ചികിത്സാ പിഴവ് എന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ ആശുപത്രി അധികൃതർ അത് പാടെ തള്ളുകയാണ്. കാരണം ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അതായത് ഈ പ്രസവ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മൂത്രാശയ അണുബാധ യുവതിക്ക് പിടിപെട്ടിരുന്നതായാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വാദം. പക്ഷേ അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. എന്തായാലും ഈ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം ഇന്നു മുതൽ സമാന്തരമായി ഇതിൽ നടക്കുമെന്നുള്ളത് തന്നെയാണ് അറിയിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ശ്രീലക്ഷ്മി. ശരി ഹരികൃഷ്ണൻ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും. നേരത്തെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം എത്താമെന്ന് MM വർഗീസ് അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇഡി വീണ്ടും നോട്ടീസ് നൽകി. ഇതിനോടകം 4 പ്രാവശ്യം MM വർഗീസിനെ ഇഡി ചോദ്യം ചെയ്തിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ ചില രേഖകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിരുന്നു. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. നേരത്തെ ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിന്റെ ഹർജി തള്ളിയിരുന്നു. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. മദ്യനയ കേസിന്റെ സൂത്രധാരൻ കെജ്രിവാളാണെന്ന് ആരോപിച്ച് ഇഡി കഴിഞ്ഞ ദിവസം കോടതിയിൽ എതിർ സത്യവാങ്മൂലം നൽകിയിരുന്നു. ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കാണാൻ ഭാര്യ സുനിതയ്ക്ക് അനുമതി നിഷേധിച്ച് തിഹാർ ജയിൽ അധികൃതർ. കെജ്രിവാളിനെ ഇന്ന് സന്ദർശിക്കാനുള്ള അനുമതിയാണ് നിഷേധിച്ചത്. ആഴ്ചയിൽ 2 ദിവസമാണ് സന്ദർശക അനുമതിയുള്ളത്. ഇന്ന് മന്ത്രി അതിഷിയും നാളെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും കെജ്രിവാളിനെ കാണും. അതേസമയം സന്ദർശന അനുമതി നിഷേധിച്ചതിൽ തിഹാർ ജയിൽ അധികൃതർ വിശദീകരണം നൽകിയിട്ടില്ലെന്ന് ആം ആദ്മി പാർട്ടി അറിയിച്ചു. ഡൽഹി വഖഫ് ബോർഡ് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ആം ആദ്മി പാർട്ടി MLA അമാനത്തുള്ള ഖാനെ ഇഡി ഇന്ന് ചോദ്യം ചെയ്യും. രാവിലെ 11 മണിക്ക് ഹാജരാകാനാണ് നിർദ്ദേശം. നേരത്തെയും ഇതേ കേസിൽ അമാനത്തുള്ള ഖാനെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. വഖഫ് ബോർഡ് ചെയർമാൻ എന്ന നിലയിൽ നിയമവിരുദ്ധമായി 35ഓളം പേരെ റിക്രൂട്ട് ചെയ്തുവെന്ന് ആരോപിച്ചാണ് ഇഡി കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം കേസെടുത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിത വീണ്ടും സമരത്തിന്. ഡോക്ടർ KV പ്രീതയ്ക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നു മുതൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം തുടങ്ങാനാണ് തീരുമാനം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉത്തരമേഖല IG ഇടപെട്ടതോടെ നേരത്തെ സമരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. എന്നാൽ നിയമ തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് കൈമാറുന്നത് വൈകിപ്പിക്കുന്നുവെന്നാണ് അതിജീവിതയുടെ ആരോപണം. വിഷയത്തിൽ അതിജീവിത ഹൈക്കോടതിയിൽ സങ്കട ഹർജി നൽകിയിട്ടുണ്ട്. 2023 മാർച്ച് 18-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ അറ്റൻഡർ MM ശശീന്ദ്രൻ പീഡിപ്പിച്ചെന്ന് കേസ്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും നടുറോഡിൽ KSRTC ഡ്രൈവറുമായി നടത്തിയ വാക്പോര് പുതിയ തലത്തിലേക്ക്. ഡ്രൈവർ LH യദുവിനെതിരെ സച്ചിൻ ദേവ് MLA ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാറിന് നേരിട്ട് പരാതി നൽകും. സംഭവം നടന്ന പട്ടത്തിനും പാളയത്തിനും ഇടയിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളും ലഭ്യമാക്കാൻ ആര്യ രാജേന്ദ്രൻ സ്മാർട്ട് സിറ്റിയോട് ആവശ്യപ്പെട്ടു. ബസ് സൈഡ് കൊടുക്കാത്തതല്ല വിഷയമെന്നും സ്ത്രീകൾക്കെതിരായ അതിക്രമമാണ് ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും ആര്യ രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഗതാഗത മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. 2 ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിലെത്തും. പടിഞ്ഞാറൻ മഹാരാഷ്ട്ര, മറാത്താവാദ മേഖലകളിലാണ് പ്രചാരണം. 6 റാലികളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. സോളാപൂർ, കരാട്, പൂനെ എന്നിവിടങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ റാലി. മഹാവികാസ് അഘാഡി ഇന്ന് പൂനെയിൽ നിശ്ചയിച്ചിരുന്ന റാലി പ്രധാനമന്ത്രിയുടെ വരവിന്റെ പശ്ചാത്തലത്തിൽ റദ്ദാക്കി.
കർണാടകയിൽ HD ദേവഗൌഡയുടെ മകനും മുൻ മന്ത്രിയുമായ HD രേവണ്ണയും മകൻ പ്രജ്വൽ രേവണ്ണയും ലൈംഗിക അതിക്രമ കേസിൽ ഉൾപ്പെട്ടതോടെ പ്രതിരോധത്തിലായി NDS നേതൃത്വം. ഹാസൻ മണ്ഡലത്തിലെ NDS സ്ഥാനാർത്ഥി കൂടിയാണ് പ്രജ്വൽ രേവണ്ണ. വീട്ടുജോലിക്കെത്തിയ യുവതിയെ ഇരുവരും പലതവണ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. പ്രജ്വലിന്റെ പേരിലുള്ള അശ്ലീല ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു. കേസെടുത്തതിന് പിന്നാലെ പ്രജ്വൽ രേവണ്ണ വിദേശത്തേക്ക് കടന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. അതേസമയം ദേവഗൌഡ കുടുംബം ഉൾപ്പെട്ട കേസ് തെരഞ്ഞെടുപ്പിൽ പ്രചാരണായുധമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. കോഴിക്കോട് വെള്ളയിൽ ഓട്ടോ ഡ്രൈവർ ശ്രീകാന്തിന്റെ കൊലപാതകത്തിൽ സ്കൂട്ടർ യാത്രക്കാരനെ കേന്ദ്രീകരിച്ച് അന്വേഷണം. സാക്ഷിമൊഴിയുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കഴുത്തിനേറ്റ വെട്ടാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക റിപ്പോർട്ട്. ഒരേ ആയുധം കൊണ്ട് തന്നെ 15ഓളം വെട്ടുകളാണുള്ളത്. ഇന്നലെ രാവിലെയാണ് ശ്രീകാന്തിനെ കൊലപ്പെടുത്തിയത്. ശ്രീകാന്തിന്റെ കാർ കത്തി നശിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് കൊലപാതകം. കുണ്ടുപറമ്പ് പ്രഭാകരൻ വധക്കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട ശ്രീകാന്ത്. വയനാട് നെല്ലിയമ്പം ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി 2 ജഡ്ജി SK അനിൽകുമാറാണ് ശിക്ഷ വിധിക്കുക. പ്രതി അർജുൻ കുറ്റക്കാരനെന്ന് കഴിഞ്ഞ 24-ന് കോടതി കണ്ടെത്തിയിരുന്നു. 2021 ജൂൺ 10-ന് രാത്രി 8:30-യോടെയാണ് നെല്ലിയമ്പം ഇരട്ടക്കൊല നടന്നത്. പത്മാലയത്തിൽ കേശവൻ, ഭാര്യ പത്മാവതി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സെപ്റ്റംബർ 17-ന് അയൽവാസിയായ നെല്ലിയമ്പം കായക്കുന്ന് കുറുമ കോളനിയിലെ അർജുൻ അറസ്റ്റിലായി. മോഷണ ശ്രമമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. EP ജയരാജൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്തേക്കും. വിമാനമാർഗം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. കണ്ണൂർ, ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് വളരെ നിർണായകമാണ്. EP ജയരാജൻ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു. അദ്ദേഹം എപ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത്? EP ജയരാജൻ ഇന്ന് ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ സർവത്ര അനിശ്ചിതത്വം നിലനിന്നിരുന്നു. പ്രകാശ് ജാവദേക്കറുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച വിവാദം തന്നെയാണ് പ്രധാന രാഷ്ട്രീയ വിവാദമായി നിലനിൽക്കുന്നത്. ഇതടക്കം തിരഞ്ഞെടുപ്പ് അവലോകനം ഉൾപ്പെടെയാണ് ഇന്ന് CPIM സെക്രട്ടേറിയറ്റിന്റെ തിരഞ്ഞെടുപ്പ് അവലോകനമാണ് CPIM സെക്രട്ടേറിയറ്റിന്റെ പ്രധാന അജണ്ട. ഈ വിവാദം അടക്കം ചർച്ചയ്ക്ക് വന്നേക്കും എന്നാണ് വിലയിരുത്തൽ. ഇതിനിടെയാണ് അദ്ദേഹം സാധാരണഗതിയിൽ തലേന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തുന്നതാണ്. അദ്ദേഹം ഇന്നലെ പോയിരുന്നില്ല. ഇന്ന് ഏതായാലും രാവിലെ 6 മണിക്കുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റിന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. 7 മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തും. KK ശൈലജ അടക്കമുള്ള നേതാക്കളും ഇതേ വിമാനത്തിൽ തന്നെയുണ്ട്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും എന്ന് കുറെ ഉറപ്പായിട്ടുണ്ട്. ഇതടക്കം EP-യോട് വിശദീകരണം തേടും എന്നതടക്കമുള്ള ചർച്ചകളും നിരീക്ഷണങ്ങളും ഒക്കെയുണ്ട്. പ്രധാനമായും ഈ വിവാദത്തിന് പിന്നാലെ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച തിരഞ്ഞെടുപ്പ് ദിനത്തിലാണ് EP ജയരാജനെ തുറന്ന് സമ്മതിക്കുന്നത്. അത് പാർട്ടി നേതൃത്വത്തിനാകെ വലിയ തോതിലുള്ള അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പരസ്യമായി EP ജയരാജനെ വിമർശിക്കുന്നതും കണ്ടു എന്നത് വളരെ ശ്രദ്ധേയമാണ്. EP ജയരാജന് ജാഗ്രതക്കുറവുണ്ട് എന്നടക്കമുള്ള പരസ്യ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അതിന്മേൽ EP ജയരാജൻ അതൊരു പൊതു സന്ദേശം എന്ന നിലയ്ക്കൊക്കെ വിശദീകരണം നൽകുകയും ഒടുവിൽ EP ജയരാജനെ കേന്ദ്രീകരിച്ചുണ്ടായ വിവാദങ്ങൾ അദ്ദേഹത്തിന് തന്നെ വലിയ തോതിൽ തിരിച്ചടിയാകുകയും സെക്രട്ടേറിയറ്റ് അടക്കം ഈ വിഷയം ചർച്ച ചെയ്ത് ഒരു നിലപാടിലേക്ക് എത്തും. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും നിലയ്ക്ക് നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഏതായാലും തൽക്കാലം കടന്നേക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നതെങ്കിലും ഇക്കാര്യത്തിൽ സംസ്ഥാന നേതാക്കൾക്കാകെയും കടുത്ത അതൃപ്തിയുണ്ട്. LDF-ന്റെയും കൺവീനർ കൂടിയാണ്. അത്തരമൊരു സാഹചര്യം ഒക്കെയുണ്ട്. EP യോഗത്തിൽ നേരിട്ട് തന്നെ തന്റെ നിലപാട് അവതരിപ്പിച്ചേക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം എയർ ഇന്ത്യ വിമാനത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്യും. സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചിരിക്കുന്നത്. ശരി, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഭീകരവാദ റിക്രൂട്ട്മെന്റ് കേസിലെ ശിക്ഷാവിധിക്കെതിരെ തടിയന്റെവിട നസീറും മറ്റു പ്രതികളും നൽകിയ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ 10 പേരുടെ ജീവപര്യന്തം കേരള ഹൈക്കോടതി ശരിവച്ചിരുന്നു. മതപഠന ക്ലാസുകളെന്ന വ്യാജേന യുവാക്കളെ തെരഞ്ഞെടുത്ത് പരിശീലനം നൽകി കശ്മീരിൽ സൈന്യത്തെ നേരിടാൻ നിയോഗിച്ചെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. 24 പ്രതികളുണ്ടായിരുന്ന കേസിൽ 4 പേർ കശ്മീരിൽ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. 2 പേർ ഒളിവിലാണ്. ശേഷിച്ച 18 പ്രതികളിൽ 5 പേരെ വിചാരണ കോടതി കുറ്റവിമുക്തരാക്കി. വിചാരണ നേരിട്ട 13 പ്രതികളും ശിക്ഷിക്കപ്പെട്ടു. IPL വിശേഷങ്ങളിലേക്ക്. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന് തകർപ്പൻ ജയം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 78 റൺസിനാണ് ചെന്നൈ പരാജയപ്പെടുത്തിയത്. ചെന്നൈ ഉയർത്തിയ 213 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദിന്റെ ഇന്നിംഗ്സ് 18.5 ഓവറിൽ 134 റൺസിൽ അവസാനിച്ചു. 4 വിക്കറ്റ് എടുത്ത തുഷാർ ദേശ്പാണ്ഡെയാണ് ഹൈദരാബാദിനെ എറിഞ്ഞൊതുക്കിയത്. 32 റൺസ് എടുത്ത എയ്ഡൻ മാർക്രമാണ് ഹൈദരാബാദിന്റെ ടോപ്പ് സ്കോറർ. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈക്ക് നായകൻ ഋതുരാജ് ഗെയ്ക്വാദിന്റെയും ഡാരിൽ മിച്ചലിന്റെയും ഇന്നിംഗ്സുകളാണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഗെയ്ക്വാദ് 98 റൺസും മിച്ചൽ 52 റൺസും എടുത്തു.
സ്പാനിഷ് ലീഗിൽ കിരീട പ്രതീക്ഷ നിലനിർത്താൻ FC ബാഴ്സലോണയ്ക്ക് ഇന്ന് നിർണായക മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ വലൻസിയയാണ് എതിരാളികൾ. 32 മത്സരങ്ങളിൽ നിന്ന് 70 പോയിന്റുള്ള ബാഴ്സ നിലവിൽ മൂന്നാമതാണ്. 84 പോയിന്റുള്ള റയൽ മാഡ്രിഡും 71 പോയിന്റുള്ള ജിറോണയുമാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിൽ. വിശ്വപ്രസിദ്ധ ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ സ്മാരകത്തോട് അനാദരവ്. കിളിമാനൂർ രാജാ രവിവർമ്മ സ്കൂളിന് സമീപമുള്ള സാംസ്കാരിക നിലയവും ആർട്ട് ഗ്യാലറിയുമാണ് ഭരണാധികാരികളുടെ അവഗണനയെ തുടർന്ന് നാശോന്മുഖമാകുന്നത്. രാജാ രവിവർമ്മയുടെ 176ാമത് ജന്മദിനം നാളെ ആഘോഷിക്കാനിരിക്കെയാണ് ഈ ദുരവസ്ഥ. വിനോദസഞ്ചാരികൾക്കും ചിത്രകലയോട് ആഭിമുഖ്യമുള്ളവർക്കും പ്രിയപ്പെട്ട ഇടമായിരുന്നു ഒരു കാലത്ത് രാജാ രവിവർമ്മ സാംസ്കാരിക നിലയം. തൃശൂർ ലളിതകലാ അക്കാദമിക്കാണ് സാംസ്കാരിക നിലയത്തിന്റെ ചുമതല. 2014 ഉദ്ഘാടനം ചെയ്ത രവിവർമ്മ സ്മാരകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ. സാംസ്കാരിക നിലയത്തിലെ പ്രധാന ആകർഷണമായ ആർട്ട് ഗ്യാലറി കാടുകയറി നശിക്കുന്നു. മേൽക്കൂര തകർന്നു. ഗ്യാലറിക്കുള്ളിലെ 46 അപൂർവ ചിത്രങ്ങൾ മഴയും വെയിലുമേറ്റ് നശിക്കാതിരിക്കാൻ ഒരറ്റത്ത് കൂട്ടിയിട്ടിരിക്കുന്നു. സർക്കാർ അവഗണനയിൽ കിളിമാനൂർ കൊട്ടാരത്തിനും കടുത്ത അതൃപ്തിയാണ്. ഇവിടെ എല്ലാവരും ഇടതും വലതും എല്ലാവരും മാറി മാറി ഭരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം എന്താ ഈ അക്കാദമിക്ക് എന്താ ഇങ്ങനെ വന്നത്? ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ ഏറ്റവും വലിയൊരു വേദന, കിളിമാനൂർ കൊട്ടാരത്തിൻ്റെ വേദന എന്ന് പറയുന്നത് ഈ ഒരു അവഗണനയാണ്. ഞങ്ങളിവിടെ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഏപ്രിൽ 29 രവിവർമ്മയുടെ ജന്മദിനമാണ്. 176ാമത് ജന്മദിനമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ വർഷം 175ാമത് ജന്മദിനം ബഹുമാനപ്പെട്ട ഗവർണർജിയാണ് ഇവിടെ വന്ന് വളരെ വിപുലമായിട്ട് ചെയ്തതാണ്. അപ്പോഴും അക്കാദമി അനങ്ങിയിട്ടില്ല. അക്കാദമി ഒരു തിരി രവിവർമ്മയ്ക്ക് വേണ്ടി ആ സ്മാരക നിലയത്തിൽ കൊളുത്തിയാൽ പോട്ടെന്ന് വെക്കാം. അതുപോലും അവരുടെ അടുത്ത് ചോദിച്ചു നോക്കുള്ളൂ, എന്നാണ് രവിവർമ്മ ജനിച്ചതെന്ന് ചോദിച്ചു നോക്കുക. കിളിമാനൂർ രാജകുടുംബം പഞ്ചായത്തിന് വിട്ടുകൊടുത്ത 1 ഏക്കർ 60 സെന്റ് സ്ഥലത്താണ് സാംസ്കാരിക നിലയം സ്ഥിതി ചെയ്യുന്നത്. അനാസ്ഥ പുറത്തറിയാതിരിക്കാൻ ആർട്ട് ഗ്യാലറിയിൽ ആരെയും പ്രവേശിപ്പിക്കരുതെന്നാണ് കർശന നിർദ്ദേശം. 24 തിരുവനന്തപുരം. കടപ്പത്രങ്ങളിലൂടെ വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങുകയാണ് കേരളം ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങൾ. റിസർവ് ബാങ്കിന്റെ കുബേർ പ്ലാറ്റ്ഫോമിലൂടെ ഈ മാസം 30-ന് കേരളം കടമെടുക്കുന്നത് 2000 കോടി രൂപയാണ്. കടപ്പത്രങ്ങളിലൂടെ 14,700 കോടി രൂപയാണ് കേരളം ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങൾ കടമെടുക്കാൻ ഒരുങ്ങുന്നത്. കേന്ദ്ര ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷൻ കുബേർ വഴിയാണ് കടപ്പത്രങ്ങൾ ഇറക്കുന്നത്. നടപ്പ് വർഷത്തെ കേരളത്തിന്റെ ആദ്യ കടമെടുപ്പ് ഈ മാസം 23-നായിരുന്നു. 1000 കോടി രൂപയാണ് അന്ന് കടമെടുത്തത്. രണ്ടാം തവണയായി ഈ മാസം 30-ന് 2000 കോടി രൂപ കൂടിയെടുക്കും. ഇതോടെ കേന്ദ്രം അനുവദിച്ച താൽക്കാലിക കടമെടുപ്പ് പരിധിയെന്ന 3000 കോടി അവസാനിക്കും. 26 വർഷത്തെ കാലാവധിയാണ് കേരളം ഇറക്കുന്ന കടപ്പത്രങ്ങൾക്ക്. ആന്ധ്രാപ്രദേശ് വിവിധ കാലാവധികളുള്ള കടപ്പത്രങ്ങളിറക്കി 3000 കോടി കടമെടുക്കും. 10 വർഷം കാലാവധിയുള്ള കടപ്പത്രങ്ങളിലൂടെ 1000 കോടി വീതമാണ് അസമും ഹരിയാനയും കടമെടുക്കുന്നത്. 10 മുതൽ 20 വർഷ കാലാവധിയിൽ രാജസ്ഥാൻ 4000 കോടിയും 20 വർഷ കാലാവധിയിൽ തമിഴ്നാട് 1000 കോടിയും പഞ്ചാബ് 2700 കോടിയും കടമെടുക്കും. റിസർവ് ബാങ്ക് ഈ മാസം പുറത്തുവിട്ട കണക്കുകളനുസരിച്ച് കേരളം കടമെടുപ്പിൽ ഏറെ പിന്നിലാണ്. തമിഴ്നാട്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, കർണാടക, രാജസ്ഥാൻ, ബംഗാൾ, ബീഹാർ, പഞ്ചാബ്, തെലങ്കാന, ഹരിയാന, മധ്യപ്രദേശ്, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ കടമെടുപ്പിൽ കേരളത്തിന് മുന്നിലാണെന്നും RBIയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ബിസിനസ് ഡെസ്ക് 24. പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്.